അതിനിടെ ഇന്നിപ്പോൾ രാവിലെ കേട്ടത് തിരുവനന്തപുരം നാവായിക്കുളത്ത് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 17ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നൊക്കെയാണ് അറിയുന്നത്. അതിൻ്റെ വിവരങ്ങളിലേക്കൊക്കെ പോകണം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് SITക്ക് കൈമാറും. VSSയിൽ നിന്നുള്ള റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത് ഇന്നലെ. സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യഹർജിയിൽ വിധി ഇന്ന്. തിരുവല്ല കോടതി ഉത്തരവ് രാവിലെ 11 മണിക്ക്. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ നിരന്തരം പരാതിയെന്നും ജാമ്യം നൽകരുതെന്നും SIT. അറസ്റ്റ് ചട്ടവിരുദ്ധമെന്ന് പ്രതിഭാഗം. തിരുവനന്തപുരം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ബസ്സിലുണ്ടായിരുന്നത് കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 42 പേർ. അപകടമുണ്ടായത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള യാത്രയിൽ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ചടങ്ങ് അസമിലെ മാൾഡ ടൗൺ സ്റ്റേഷനിൽ. പരിപാടിയിൽ 3000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ മോദി രാജ്യത്തിന് സമർപ്പിക്കും. 1 ഡസനിലധികം ട്രെയിൻ സർവീസുകൾ പശ്ചിമ ബംഗാളിനായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 734 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. തൊട്ടുപുറകെ കോഴിക്കോടും തൃശൂരും. സംഘനൃത്തവും നാടകവും ഉൾപ്പെടെ ഇന്ന് അരങ്ങിൽ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരുടെ ആദ്യ സംഘം മടങ്ങിയെത്തി. ഡൽഹിയിലെത്തിയ സംഘത്തിൽ വിദ്യാർത്ഥികളും. ഒഴിപ്പിച്ചത് ടെഹ്റാനിൽ നിന്ന്. ഇറാനിലെ സ്ഥിതി ഭയാനകമെന്ന് തിരികെ എത്തിയവർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് SITക്ക് കൈമാറും. നഷ്ടത്തിന്റെ മൂല്യം കണക്കാക്കുന്ന റിപ്പോർട്ടാണ് ഇത്. അതിനിടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന KP ശങ്കരദാസിനെ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിഡ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് വളരെ പ്രധാനമാണ് കേസുമായി ബന്ധപ്പെട്ട്. അതിന്നിപ്പോൾ SITക്ക് കൈമാറുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്താനായി നൽകിയ പരിശോധനാ ഫലം, അതായത് തിരുവനന്തപുരം VSSയിൽ നൽകിയ ശാസ്ത്രീയ സാമ്പിളുകൾ, VSSക്കാണ് സാമ്പിളുകൾ നൽകിയിരുന്നത്. ആ VSSക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മുദ്രവച്ച കവറിൽ ആ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് കോടതി വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഇന്ന് SITക്ക് കൈമാറുന്നത്. അതീവ നിർണായകമായ, ഏറ്റവും നിർണായകമായ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അതായത് നഷ്ടപ്പെട്ട നഷ്ടം എത്രയാണോ അതിന്റെ മൂല്യം കണക്കാക്കുന്ന പരിശോധനാ ഫലമാണ് ഇന്ന് SITക്ക് കൈമാറുന്നത്. ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സാമ്പിളുകളൊക്കെ ശേഖരിച്ചിരുന്നത്. അതായത് UB ഗ്രൂപ്പ് 1998ലാണ് ഈ സ്വർണം, പൊതിഞ്ഞ സ്വർണം തന്നെയാണ്, ആ 98ൽ പൊതിഞ്ഞു നൽകിയ സ്വർണം തന്നെയാണോ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തതെന്നതും, അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും അന്ന് UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതും, നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, അതോടൊപ്പം തന്നെ പുരാവസ്തു മൂല്യം തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഈ സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തി ആ റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിക്ക് കൈമാറിയത്. അത് മാത്രവുമല്ല, ഈ ശബരിമലയിൽ നിന്ന് ശേഖരിച്ച ഈ സാമ്പിളുകൾക്ക് പുറമെ പിന്നെ കേസിലെ പ്രതികളിൽ ഒരാളായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ ഉൾപ്പെടെയുള്ള പലരിൽ നിന്നും കണ്ടെടുത്ത സ്വർണം, ഇതൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കാരണം ഇതിലേതാണ് യഥാർത്ഥ സ്വർണം, ഈ ശബരിമല കട്ടിളപ്പാളി ഉൾപ്പെടെ നിന്ന് മാറ്റിയ സ്വർണം അത് തന്നെയാണോ തിരിച്ചു നൽകിയത് ഉൾപ്പെടെ
നിരവധി വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ SITക്ക് ഈ കാര്യങ്ങളിലേക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം എന്ന് പറയുന്നത്. അത് വിജിലൻസ് കോടതിക്ക് സമർപ്പിച്ച ഫലം, അതിന്റെ പരിശോധനയ്ക്ക് കോടതി അതിനുശേഷം ഇത് മുദ്രവെച്ച അതേ കവറിൽ തന്നെയാകും കോടതി ഇത് SITക്ക് നൽകുക. SITക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ, ഈ ശാസ്ത്രീയ ഫലം ലഭിച്ചതിന് ശേഷമാണ് SIT തുടർ നടപടികളുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പരിശോധനാ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായി അന്വേഷണത്തിൽ ഒരു വ്യക്തത വരുത്താൻ SITക്ക് കഴിയുകയുള്ളൂ. മായ അൻഫിട്ട്, മറ്റൊരു കാര്യം, ഈ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണല്ലോ KP ശങ്കരദാസിനെ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ? മായ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ തിരുവനന്തപുരം ജയിലിലെ, സ്പെഷ്യൽ ജയിലിലെ ഡോക്ടർമാർ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു. കാരണം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആരോഗ്യത്തെ ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു വ്യക്തത വരുത്താനായിരുന്നു ജയിലിലെ ഡോക്ടർമാർ പരിശോധന നടത്തിയത്. പക്ഷെ ആ പരിശോധനാ ഫലത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിൽ വലിയ തടസ്സമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതനുസരിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന്, അതായത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കാരണം റിമാൻഡ് പ്രതിയാണ്, ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്ന പ്രതിയാണ് ഈ KP ശങ്കരദാസ്. കേസിലെ 11ാം പ്രതി കൂടിയാണ്. ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുക പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ മാറ്റുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഡോക്ടറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടക്കമുള്ളവർ വന്ന് ഒരു പരിശോധന നടത്തുകയുണ്ടായി അല്ലേ സ്വകാര്യ ആശുപത്രിയിൽ? അതെ, കഴിഞ്ഞ ദിവസമാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയോടുകൂടി പരിശോധന നടത്തിയെങ്കിലും അദ്ദേഹത്തെ ഇന്നലെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതിന്റെ റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്. ഔദ്യോഗികമായി റിപ്പോർട്ട് കൈമാറിയതിന് അതിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അദ്ദേഹം ICUവിലായിരുന്നു ഏറെ ദിവസവും. അതിനുശേഷമാണ് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയത്. അപ്പോൾ റൂമിലേക്ക് മാറ്റിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിലെ ഡോക്ടർമാരടക്കമുള്ള സംഘമെത്തി വിദഗ്ധമായ പരിശോധന അദ്ദേഹത്തിൽ നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആശുപത്രി മാറ്റ നടപടികളിലേക്ക് ഇന്ന് കടക്കുന്നത്. മായ. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ ശബരിമലയിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും അത് തിട്ടപ്പെടുത്തിയ ശാസ്ത്രീയമായ പരിശോധനാ ഫലമാണ് ഇന്ന് SITക്ക് കൈമാറുന്നത്. ഈ നഷ്ടത്തിന്റെ മൂല്യമൊക്കെ കണക്കാക്കാവുന്ന റിപ്പോർട്ട് അത് വളരെ നിർണായകമാണ്, പ്രധാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അൻഫിൽട്ട് നൽകിക്കൊണ്ടിരുന്നത്. ഒപ്പം ഈ സ്വകാര്യ ആശുപത്രി കഴിയുന്ന ശങ്കരദാസിനെ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. കാര്യങ്ങളാണ് അൻഫിൽട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ആണെന്നും യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുലിന്റെ വാദം. എന്നാൽ രാഹുലിനെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഒപ്പം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടപടികൾ പുരോഗമിക്കുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണല്ലോ. രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാൻ പോവുകയാണ്. അതേസമയം കേസ് നിൽക്കില്ല, വളരെ ദുർബലമാണ് എന്നൊക്കെയാണല്ലോ പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം. എന്താണ് നിയമവിദഗ്ധരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അതേമായ ഇന്നലെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഏതാണ്ട് മണിക്കൂറുകളോളം തിരുവല്ല കോടതിയിൽ നടന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം വാദിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ ചെയ്തത്. അതായത് ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നും ഈ പരാതിക്കാരിയുടെ
പരാതി സ്വീകരിച്ചിരിക്കുന്നത് പോലും ചട്ടവിരുദ്ധമായാണെന്നും അതുപോലെ ഇത് ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം ഉൾപ്പെടെയാണ് നടന്നിരിക്കുന്നതെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇദ്ദേഹം ഇത്തരത്തിൽ നിരന്തരം ഇത്തരം പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെന്നും ഇദ്ദേഹം സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണെന്നുമൊക്കെ ഈ പ്രോസിക്യൂഷനും വാദിച്ചു. ഇദ്ദേഹം ഒരു MLA ആണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ പ്രതികളെ മറ്റു രീതിയിൽ അപായപ്പെടുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നടക്കം വാദിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഇത്തരം കേസുകൾ നിലനിൽക്കുന്നതല്ല എന്ന് ശക്തമായ രീതിയിൽ തന്നെ ഈ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ഈ കേസിൽ വിധി പറയാനാണ് തിരുവല്ല കോടതി മാറ്റിയിരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ഈ ജാമ്യാപേക്ഷ ഒരുപക്ഷെ തള്ളിയേക്കാം. അങ്ങനെയെങ്കിൽ ഈ രാഹുലിന് ഇത് മേൽക്കോടതിയെ സമീപിക്കാൻ കഴിയും, സെഷൻസ് കോടതിയോ മറ്റോ സമീപിക്കാൻ കഴിയും. എന്തായാലും ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന്, അതായത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇനിയും പൂർത്തിയാക്കാനുള്ളത്. അവരുടെ വീഡിയോ കോൺഫറൻസ് വഴി അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് തിരുവല്ല കോടതി ഇത് സംബന്ധിച്ചുള്ള വിധി പറയും. മായ കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ വിധി ഏറെ നിർണായകമായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൊടകര MBA കോളേജിലെ പഠനയാത്രാ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട്, ഇന്ന് രാവിലെ ഇപ്പോൾ ഈ അപകട വാർത്ത കേട്ടാണ് നമ്മളൊക്കെ വാർത്തയിലേക്കൊക്കെ കടന്നത്. എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു അപകടം, എന്താണ് അറിയാനാവുന്നത്? തിരുവനന്തപുരം കല്ലമ്പലത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. ഈ 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊടകര MBA കോളേജിലെ പഠനയാത്രാ സംഘത്തിലെ ബസ്സായിരുന്നു. പുലർച്ചെ 3:30 ഇത് അപകടം ഉണ്ടായത്. അതായത് ഇവർ വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ ഒരു സംഘമായിരുന്നു ബസ്സിൽ. കൊടകര MBA കോളേജിൽ നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള പഠനയാത്രയ്ക്ക് എത്തിയ 40 അംഗ സംഘം ബസ്സിലുണ്ടായിരുന്നു. അതിൽ 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതിൽ 7ഓളം പേരുടെ നില ഗുരുതരമാണ്. അത് ഒരാളുടെ നില കുറച്ച് സീരിയസ് ആണ്, ഗുരുതരമാണ് എന്ന രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേശീയപാതയിലെ ഒരു സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചെരിഞ്ഞ് അപകടം ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഒരു വിദ്യാർത്ഥിക്കും അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. 42, കൃത്യമായി പറഞ്ഞാൽ 42 വിദ്യാർത്ഥികൾ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇതിൽ 3 അധ്യാപകരുണ്ട്. ഒപ്പം തന്നെ 2 ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 2 പേർക്ക് ഇപ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ് എന്ന രീതിയിലും ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുമുണ്ട്. നിലവിലെ പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അതേസമയം ബസ് ഡ്രൈവർക്കും നിസാര പരിക്കേ ഉള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മായ. ശരി, അൺഫിൽഡ് സുസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം മടങ്ങിയെത്തിയിരിക്കുന്നു. ഇറാനിലെ സ്ഥിതി ഭയാനകമെന്ന് മടങ്ങിയെത്തിയവർ പ്രതികരിച്ചു. 9,000 ഇന്ത്യക്കാർ നിലവിൽ ഇറാനിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാനിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിയ സാഹചര്യത്തിൽ പ്രത്യേക വിമാനങ്ങളുടെ സഹായത്തോടെയാണ് ഒഴിപ്പിക്കൽ നടപടികൾ. ടെഹ്റാൻ, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതേസമയം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യക്കാരെയും ബന്ധപ്പെടുന്നതിന് എംബസി പ്രതിസന്ധി നേരിടുന്നുണ്ട്. അമേരിക്കൻ ആക്രമണം ഉടൻ ഇല്ലെന്ന സൂചനകൾ വന്നെങ്കിലും ഇറാനിലെ സ്ഥിതി സങ്കീർണമാണെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. इसने हमें कॉल किया तो हमने इसका टिकट करा दिया, अपने उससे करा दिया, अपने बिहाफ पे बुला लिया हमने। ऐसे बता दो क्या पढ़ रही? आपका नाम? अर्श ज़हरा। आप कहाँ पे थी, क्या पढ़ाई कर रही थी? MBBS। कौन से कॉलेज में? शिराज मेडिकल। वहाँ पर स्थिति कैसी है इस समय? सब ठीक है। जैसे अभी सुनने में आ रहा था कि जो US है उन्होंने धमकी दी थी। हमें आइडिया नहीं था।
ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലെ ട്രെയിൻ സർവീസ് മാൾഡ ടൗൺ സ്റ്റേഷനിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പിന്നീട് നടക്കുന്ന ചടങ്ങിൽ 3000 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. രാജധാനി എക്സ്പ്രസിനേക്കാൾ വേഗതയും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ RAC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാവില്ല. സീറ്റ് പങ്കിടുന്ന RAC സംവിധാനവും സ്വീപ്പറിൽ ഉണ്ടാവില്ല. അസം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നാളെ പശ്ചിമ ബംഗാളിലെത്തും. 1 ഡസനിലധികം ട്രെയിൻ സർവീസുകൾ പശ്ചിമ ബംഗാളിന് പ്രധാനമന്ത്രി സമർപ്പിക്കും. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ അപ്പീൽ കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ആന്റണി രാജുവിനെ 3 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചത്. 19 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ശിക്ഷാവിധി. തടവ് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് MLA പദവി ആന്റണി രാജുവിന് നഷ്ടമായിരുന്നു. 6 വർഷത്തേക്ക് അയോഗ്യതയും വന്നിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡനക്കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. മുൻ നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിട്ടു നൽകാത്തത് ഏറെ ചർച്ചയായിരുന്നു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് വിധിയെഴുതിയാണ് കോട്ടയത്തെ വിചാരണ കോടതി ഫ്രാങ്കോയെ വെറുതെ വിട്ടത്. സർക്കാരും കന്യാസ്ത്രീയും നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കണ്ണൂർ ജില്ല മുന്നിട്ട് നിൽക്കുകയാണ്. 739 പോയിന്റുകളോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. കോഴിക്കോട് 2-ാം സ്ഥാനത്തും തൃശൂർ 3-ാം സ്ഥാനത്തുമാണ്. 249 ഇനങ്ങളിൽ 181 മത്സരങ്ങൾ പൂർത്തിയായി. സംഘനൃത്തവും നാടകവും ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് അരങ്ങിലെത്തും. കലോത്സവവേദിയിലെ ഞങ്ങളുടെ പവലിയനിൽ നിന്ന് അശ്വതിയും ശ്രീജയും ചേരുകയാണ്. അശ്വതി, ശ്രീജ, ഗുഡ് മോർണിംഗ്. കലോത്സവം ഇന്നിപ്പോൾ 4-ാം ദിവസമാണ്. ഇന്നത്തെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണ്? അതോടൊപ്പം തന്നെ പോയിന്റ് നില എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഇന്ന് എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ കലോത്സവ വേദിയിലേക്ക്, കലയരങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4-ാം ദിവസമാണ്. ഇനി മണിക്കൂറുകൾ, ഒരു ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ ഈ ഒരു കലാമാമാങ്കത്തിന് തിരശ്ശീല വീഴാൻ. അപ്പോൾ ഇന്നും വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇന്ന് പ്രധാന വേദികളിലൊക്കെ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ ശ്രീജ? തീർച്ചയായിട്ടും. നമുക്ക് അതിനു മുൻപ് പോയിന്റ് നില കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. കണ്ണൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കണ്ണൂരിന് 739 പോയിന്റ് ഉണ്ട്. 2-ാം സ്ഥാനത്ത് കോഴിക്കോടാണ്. 3-ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. കോഴിക്കോടിന് 728 പോയിന്റ് ഉണ്ട്. തൃശ്ശൂരിനാണെങ്കിൽ 726 പോയിന്റ് ഉണ്ട്. എന്തായാലും ഈ പോയിന്റ് നില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നൽകാനായി, ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനായി നമ്മോടൊപ്പം 2 പേർ ചേരുന്നുണ്ട്. നമ്മുടെ ശ്രീജിത്തും വർഷയും. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ശ്രീജിത്ത്, വർഷ, ഗുഡ് മോർണിംഗ്. രാവിലെ നിങ്ങൾ പ്രധാന വേദിക്കരികിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു പ്രധാന ഇനങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങളാകും വേദിയിലെത്തുക? മൊത്തത്തിലുള്ള ഒരു ആവേശം, കലോത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം മുറുകുകയാണ്, അപ്പോൾ ആവേശം അതിനനുസരിച്ച് മുറുകും. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി, ഗുഡ് മോർണിംഗ് ശ്രീജ. ഞാനും വർഷയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യകാന്തിക്ക് അടുത്ത് തന്നെയുണ്ട്. സൂര്യകാന്തി വിടരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയുണ്ട്. 9 കൂടി തന്നെ പൂർണ്ണമായും എല്ലാ വേദികളും ഉണരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളുടെ കുറച്ച് തുടർച്ച അല്ലേ? ഇന്നത്തെ പ്രധാന മത്സരം വേദിയിലും ഭരതനാട്യമാണല്ലേ? രാവിലെ ഭരതനാട്യം, ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തം. അങ്ങനെ അതാണ് പ്രധാന വേദിയിൽ നടക്കുന്നത്. എടുത്തു പറയേണ്ടത് നാടകത്തിന്റെ തുടർച്ചയുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ കലോത്സവ വേദിയിലേക്ക് വന്ന കുറച്ച് ഗോത്ര വിഭാഗങ്ങളിലെ ചില നൃത്ത വിഭാഗങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണല്ലേ നമ്മുടെ ഇവിടെ പുതുമയോടുകൂടി നഗരവാസികൾക്കൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലൊരു 1-2 നൃത്ത പരിപാടികൾ ഇന്നുണ്ടല്ലേ? അതെ, ഇന്ന് ഇരുള നൃത്തമുണ്ട്, അതേപോലെ തന്നെ പളിയ നൃത്തമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മംഗലങ്ങളെയൊക്കെ കാണാൻ നിരവധി പേരാണ് വേദികളിലെത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റു നൃത്തങ്ങളെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ ഇത്തരമൊക്കെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കലാമേള
നാടുകളിലൊക്കെ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാനുള്ള അവസരം ആളുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പം ഇരുള നൃത്തം ഉണ്ട്, അതേപോലെ പണിയ നൃത്തം ഉണ്ട്. പാലക്കാടിന്റെയും ഇടുക്കിയിലെയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പണിയ ഇരുള വിഭാഗത്തിന്റെ നൃത്തമാണ്. അപ്പം അതങ്ങനെ അവർ ആചാരങ്ങളിൽ അല്ലെങ്കിൽ സമൃദ്ധി വരാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. അപ്പം അത്തരം ഒരു നൃത്തം ഇവിടെ വരുമ്പോൾ കൂടുതൽ ആളുകൾ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ സംബന്ധിച്ചൊരു അവസരമാണത്. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് സ്വാഭാവികമായിട്ട് ഇത് ഒന്നില്ലെങ്കിൽ ഈ ഇത്തരം നൃത്ത വിഭാഗങ്ങൾ കാലാന്തരേണ പരിണമിച്ച് അതങ്ങ് ഒതുങ്ങിപ്പോവും. പക്ഷെ അതൊക്കെ ഇത്തരം വേദികളിലൂടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് നിന്ന് ആണ് ഇരുള നൃത്തം വരുന്നത് അല്ലേ. പാലക്കാട് എനിക്ക് തോന്നുന്നു മല്ലീശ്വര ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ആ നൃത്തത്തിന്റെ ഐതിഹ്യവും കഥയൊക്കെ പറഞ്ഞത്. നമുക്ക് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വേഷപ്രസന്നനായി നമ്മുടെയൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ഓരോ നാടുകളിലേക്ക് പോകുമ്പം ആ നാട്ടിലെ വേഷമൊക്കെ ധരിച്ച് ആണ് പോകുന്നത്. നമ്മൾ തായ്ലൻഡിൽ ചെന്നാൽ തായ്ലൻഡ് വേഷം, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്നാൽ ആ രാജ്യത്തിലെ വേഷം ധരിച്ച് നമ്മൾ കാശ്മീർ പോയാൽ പോലും കാശ്മീരിലെ വേഷങ്ങൾ ധരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യും. അപ്പം ഇതുപോലെ വേഷപ്രസന്നനായി വന്നപ്പോൾ ആ നാട്ടിലെ ആ ഒരു രീതിയിലാണ് ആരാധിക്കപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാഹ ആഘോഷങ്ങൾ, അവരുടെ ഐശ്വര്യകരമായ കാര്യങ്ങൾ, അവരുടെ പ്രാർത്ഥനകളെല്ലാം ഇത്തരം നൃത്തങ്ങളിലൂടെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പളിയ നൃത്തവും ഇടുക്കിയിലെ ഇതുമായി ബന്ധപ്പെട്ട മാരിയമ്മൻ എന്നുള്ള ഒരു ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് കാണാൻ അപൂർവമായ അവസരമാണ് ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കും മലപ്പുലയാട്ടം നേരത്തെ പറഞ്ഞ പോലെ മംഗലംകളി അങ്ങനെയുള്ളതിലൊക്കെ നല്ല പ്രേക്ഷകരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ. എന്തായാലും വേദികൾ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇവിടെ തേക്കിൻകാട് മൈതാനത്തിൽ ഒരു സുഖകരമായ അന്തരീക്ഷം, ജനുവരിയുടെ നേരിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ്, നല്ല രസമാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അതെ, ഇന്നും നാളെ നമുക്ക് കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കാം. കാരണം ശനി ഞായർ അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരെത്തും. കഴിഞ്ഞ ദിവസങ്ങളൊന്നും എത്തിയില്ല എന്നല്ല, ഒത്തിരി പേരും എത്തിയിരുന്നു. പക്ഷേ ഈ ശനി ഞായർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ നമ്മളെ സംസ്ഥാനത്ത് ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവമാണ്. അപ്പം പരമാവധി അവർ എത്തിപ്പെടാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത് അവധി എടുത്തു വരുന്നതാണ്. പ്രത്യേകം അവർക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങൾ കാണാൻ അവധി എടുത്തു വരുന്നുണ്ട്. ഒപ്പന കാണാൻ വേണ്ടി മറ്റ് പല ജില്ലകളിൽ നിന്നും ആളുകൾ വന്നു. അതേപോലെ സംഘനൃത്തം, അങ്ങനെ ഭരതനാട്യം, ഈ നൃത്തത്തെ സ്നേഹിക്കുന്നവരെല്ലാം അവധിയൊക്കെ എടുത്തു വരുന്നൊരു സാഹചര്യമാണ്. അപ്പം അവരെ സംബന്ധിച്ച് ശനി ഞായർ എന്ന് പറയുമ്പോൾ അവധി ദിവസമായതിനാൽ എന്തായാലും വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും നല്ല രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, ഇന്നിപ്പോൾ സംഘനൃത്തമുണ്ട്, അതേപോലെ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. കാരണം ഒത്തിരി പേരാണ് അത് കാണാൻ വേണ്ടി എത്തുന്നത്. അതൊരു പ്രത്യേക ആ ഒരു ഓളമാണ്. ആ ഒരു വഞ്ചിപ്പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വേദി ഉണർന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് രാവിലെ 9:30 വഞ്ചിപ്പാട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാവിലെ മുതൽ തന്നെ ആ വേദിയിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വേദി 1 സംഘനൃത്തം. അതൊരു ഗ്ലാമർ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാനും കഴിഞ്ഞ ദിവസം ഹൈസ്കൂളിന്റെ സംഘനൃത്തം ഉണ്ടായിരുന്നു. അത് കാണാൻ നിരവധി പേരെത്തി. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ഇനി വ്യത്യസ്ത രീതിയിലുള്ള തീം ഉണ്ടാവും. അന്ന് ഹൈസ്കൂളിൻ്റെത് നന്ദനം സിനിമയെല്ലാം ഒരു ഉള്ളടക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾക്കൊരു ഒരു പുതു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അതുപോലെ ഒത്തിരി വെറൈറ്റി ഇനങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വഞ്ചിപ്പാട്ട്, നമ്മൾ ആറന്മുളയൊക്കെയായിട്ട് ബന്ധപ്പെട്ട വഞ്ചിപ്പാട്ടുകളൊക്കെ തൃശ്ശൂരേക്ക് വരുന്ന ഒരു അനുഭവം, അതിൻ്റെ ഒരു ഓളം, അതിൻ്റെ ഒരു താളം എല്ലാം കൂടെ, പ്രത്യേകിച്ച് അതൊരു തെക്കിൻകാടും കൂടി നടക്കുമ്പോൾ അതിന് കിട്ടിയെന്ന് ഒരു പ്രത്യേക ഉണർവുണ്ട്. മാത്രമല്ല ഇന്ന് വരണം തൃശ്ശൂരുകാർ കേൾക്കേണ്ട ഒരു കാര്യം, നാളെ അവസാന ദിവസമാണെങ്കിലും നാളെ അധിക പരിപാടികളില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ, കലോത്സവം കാണാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരേണ്ട ദിവസമാണ്. പ്രധാനപ്പെട്ട പരിപാടികളിലെ വർണ്ണാഭമായ പരിപാടികളിലെ ഇന്ന് തന്നെയാണ്. മാത്രമല്ല നാളത്തേക്ക് ബാക്കി വെച്ചാൽ നാളെ അധികം പരിപാടികളില്ല. സമാപന ദിവസമായത് കാരണം ഉള്ള ഒരു വിഷയങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം അതുകൊണ്ട് ഇവിടെ ഒരു ജനസാഗരമാണ്. കാരണം രാവിലെ ഒരു അല്പം ശാന്തമായ അന്തരീക്ഷമാണ്, കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷം അങ്ങ് പൂർണ്ണമായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ശനിയാഴ്ച നമ്മൾ വൈകുന്നേരം കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നു. നാളെ ഞായർ കൂടി ആയതുകൊണ്ട് പിന്നെ ഓഫീസിലൊന്നും പോലാത്തതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്ന് കൂടുതൽ ഐറ്റങ്ങൾ ഉള്ളത് കൊണ്ട്, അതായത് ഇപ്പം ശ്രീജിത്ത് പറഞ്ഞ പോലെ നാളെ ഉച്ചയോട് കൂടി തന്നെ ഏകദേശം എല്ലാം കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം വരാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം ഇന്ന് തന്നെ വരണം എന്നാണ്. ഇന്നാണ് കൂടുതൽ, ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരി ഇനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ എത്താൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അശ്വതി, ശ്രീജ. ഈ പറഞ്ഞതുപോലെ എന്തായാലും കലോത്സവത്തിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് വഞ്ചിപ്പാട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഇനം വഞ്ചിപ്പാട്ട് തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായും അതൊരു പ്രത്യേകതയുള്ള ഒരു ഇനം കൂടിയായിരിക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയായിരിക്കും അല്ലേ. മറ്റൊന്ന് പ്രധാന വേദിയിലുള്ള സംഘനൃത്തം തന്നെയാകും. സംഘനൃത്തത്തിന് പ്രത്യേകിച്ച് ശ്രീജയും പറയുന്നുണ്ടായിരുന്നു, സംഘനൃത്തത്തിന്റെ ആ ഒരു വേഷവിധാനങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണെന്നല്ലേ?
അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഓരോ റിപ്പോർട്ടുകളൊന്ന് കണ്ടു നോക്കാൻ തോന്നുന്നു. ഈ നമുക്ക് കലോത്സവ വേദികളിൽ എത്തുന്ന പല ആളുകളും ഒരുപാട് വിഷമങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്നവരാണ്. അത് കാഴ്ചക്കാരാണെങ്കിലും അല്ലേ, നമ്മൾ അങ്ങനെ അത്തരത്തിലൊരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടറിൻ്റെ കണ്ണിൽ പെടുകയുണ്ടായി. എന്താണ് കാഴ്ച? ഒരു മായാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? തീർച്ചയായും നമുക്ക് ആ കഥയൊന്ന് കണ്ടു നോക്കാം. ഈ ചിരിക്കും സന്തോഷത്തിനും പിന്നിൽ ഒരു കെട്ട ഭൂതകാലത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ കൂടിയുണ്ട്. ജീവിത ദുരിതങ്ങളിൽ കരഞ്ഞു കലങ്ങിയ ദിനങ്ങൾ നൽകിയ കരുത്തിന്റെ നല്ല പാഠവും. 2 തവണ മരണമുഖത്തു നിന്ന് തിരികെ നടന്ന മായാദേവി കലോത്സവ വേദിയിൽ ലോട്ടറി ടിക്കറ്റുമായി എത്തുന്നത് വെറുതെയല്ല. 17 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന മായയുടെ ഏക വരുമാന മാർഗമാണ് ലോട്ടറി വിൽപ്പന. കോമാളിയുടെ വേഷത്തിലാണ് വരവെങ്കിലും ഉദ്ദേശം ഗൗരവമുള്ളത് തന്നെ. ജീവിത പ്രതിസന്ധികളുമായി പടവെട്ടുമ്പോഴും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് മായയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പിടി ചോദ്യവുമായാണ് കലോത്സവ വേദികളിലേക്കുള്ള ഈ വരവ്. കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? ആദ്യമായിട്ട് സ്വർണ്ണക്കപ്പ് കൊടുത്ത വർഷം. സമ്മാനമൊക്കെ ഉണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്പായസം ഉണ്ട്, സന്തോഷത്തിന്റെ താക്കോൽ. ഓഫ്ലൈനും ഇതൊന്നുമില്ല. ശരി ഉത്തരം പറയുന്നവർക്ക് കയ്യിൽ കരുതിയ ബാഗിൽ സമ്മാനവുമുണ്ട്. ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, അത് വേണ്ടാത്തവർക്ക് പാൽപായസം, അതും വേണ്ട എന്നാണെങ്കിൽ സന്തോഷത്തിന്റെ താക്കോൽ. ഇവയെല്ലാം പുസ്തകങ്ങളാണെന്ന് മാത്രം. അപ്പോൾ സന്തോഷത്തിന്റെ താക്കോലാണ് കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിന് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുക എന്നുള്ള ആശയത്തിലാണ് ഞാൻ ജോക്കർ ഇറങ്ങിയത്. അത് നല്ല സ്വീകരണമാണ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഒത്തിരി പിള്ളേർക്ക് സന്തോഷമാക്കി വിടാൻ പറ്റി. ഇത്തവണ ലഹരിയാണ് ഇപ്പോൾ സമൂഹത്തെ നശിപ്പിക്കുന്നത്. അപ്പോൾ ലഹരിക്കെതിരെ എന്ത് ചെയ്യാം? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അതായത് ഇനി വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർന്ന് നമ്മുടെ സമൂഹത്തിന് താങ്ങും തണലുമായിട്ട് നിൽക്കണം. അതിപ്പോൾ ലഹരിയിലൊക്കെ പെട്ടുപോയാൽ അടുത്ത തലമുറ നശിഞ്ഞു പോകും. അപ്പോൾ അതിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത്, എൻ്റെ ഒരു ജീവിതമാർഗ്ഗത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം. വായനയാവട്ടെ നിങ്ങളുടെ ലഹരി എന്നാണ് പറയും. എന്തെങ്കിലും ഒരു ലഹരി വേണം. പാചകമാകാം, യാത്രകളാകാം, നൃത്തമാവാം, പാട്ടാവാം. അങ്ങനെ വായനയിലൂടെ പുതുതലമുറ ലഹരിയെ ഉപേക്ഷിക്കട്ടെ എന്നാണ് മായയുടെ പക്ഷം. ജീവിത പ്രതിസന്ധികൾ നിരവധിയാണ് മായാദേവിക്ക്. പക്ഷേ അതൊന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു വിലങ്ങുതടിയാവുന്നില്ല. കലോത്സവ വേദിയിൽ നിന്നും ബിജു മുരളീധരനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഇപ്പോൾ നമ്മൾ ആ മായയുടെ കഥ കണ്ടു. ഇപ്പോൾ അങ്ങനെ എത്തുന്നവർ മാത്രമല്ല, ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾ വളരെ സാധാരണക്കാരായ കുട്ടികളാണ്. അവർ ആ കഴിവിൻ്റെ, അവരുടെ കലയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ ഒരു മത്സര ഇനത്തിൽ പങ്കെടുക്കാനൊക്കെയുള്ള ഭീമമായ ചിലവ് അതവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഐറ്റത്തിന് മാത്രമായി അതിൻ്റെ വേഷവിധാനങ്ങൾ, മേക്കപ്പ് തുടങ്ങിയതിനൊക്കെ ചിലവാകുന്നത്. ഒരു കുച്ചിപ്പുടി കലാകാരിക്ക് ഒരു ഐറ്റത്തിൽ പങ്കെടുക്കാൻ, ആ ഒരു വേദിയിലെത്താൻ എത്ര രൂപ ചിലവ്? കുച്ചിപ്പുടി മാത്രമല്ല, എനിക്ക് തോന്നുന്നു നൃത്ത ഇനങ്ങൾക്ക് എല്ലാത്തിനും ഇതുപോലെ ഭീമമായ തുക ചിലവാകും. അത് ഡ്രസ്സിൻ്റെ മാത്രമല്ല കേട്ടോ. കാരണം പരിശീലനത്തിൽ ഉൾപ്പെടെ എത്ര വർഷങ്ങളായിട്ട് അവർ ഒരു ദിവസം നൃത്തരൂപങ്ങളൊക്കെ പെട്ടെന്ന് പരിശീലിച്ച് വരുന്നതല്ല. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ഒരു പരിശീലനം, അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു ഡെഡിക്കേഷൻ, ഈ സാമ്പത്തികമായിട്ട്, പക്ഷേ എല്ലാം കലയോടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണം, തങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള അവരുടെ ഒരു ആവേശം, അത് തന്നെയാണ് നമുക്ക് ഈ കലോത്സവ വേദികളിൽ കാണാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വർഷങ്ങളായി കുട്ടികളെ സംസ്ഥാന കലോത്സവ വേദിയിൽ കൊണ്ടുവരുന്ന ആളാണ് ബൈജു സാർ. ചിലവാകേണ്ടി വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് അദ്ദേഹം പറയും. നോർമൽ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2500-3000 റേഞ്ചിലാണ് കിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സെറ്റ് എന്ന് അതിന് പറയാം. ഹെഡ് സെറ്റ് മാത്രം വാങ്ങുകയാണെങ്കിൽ നമ്മൾ മിനിമം 45,000 കൊടുക്കണം. സാരിക്ക് മാത്രം തന്നെ ഒരു 10-15 ആ റേഞ്ചിനുള്ളിൽ വന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ ഒരു 3000 രൂപ വന്നിട്ടുണ്ട്. നെക്ലേസ് ഒരു 15,000 ഉള്ളിൽ. അരപ്പട്ട അധികമല്ല, ഒരു 1500 ഒക്കെ ആണ് റേഞ്ച് എന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഈ സാധനത്തിന് മാത്രം തൊറ്റൊന്നാ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിന് 2000 ഉള്ളിലുണ്ടാ. ഓരോ വർഷവും ട്രെൻഡിനനുസരിച്ച് ആഭരണങ്ങൾ മാറ്റണമെങ്കിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകും. ഇതിനൊരു 4,000-5,000 ഉള്ളിൽ മേക്കപ്പിന് വരും. സാധാരണ അത്രയൊന്നും വരില്ല, ഒരു 2000 ഉള്ളിലൊക്കെ നമുക്ക് വരാറുള്ളൂ. സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവമൊക്കെ. പക്ഷേ നമ്മൾ ഇതിനായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത്രയെങ്കിലും കൊടുത്താൽ അവർക്ക് മുതലാവുള്ളതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മെറ്റൽ, ബ്ലാക്ക് ടൈപ്പ് കാണുമ്പോൾ നമുക്ക് കുറേ കറുത്ത ആയിട്ട് തോന്നുന്ന ടൈപ്പ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ചും റേഞ്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. പുതിയ നൃത്തം ഓരോ വർഷവും പഠിക്കാൻ പ്രത്യേക പണം മുടക്കണം.
സബ് ജില്ലയിലും ജില്ലയിലും ഒരുങ്ങിയതിനേക്കാൾ കേമമാകണമെങ്കിൽ മേക്കപ്പിനും കൂടുതൽ പണം വേണം. ഓരോ സ്റ്റേജിൽ വരുമ്പോഴും അതിനനുസരിച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പുതിയ ഐറ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഐറ്റത്തിനനുസരിച്ചാണ്. നമ്മൾ ഓരോ ഐറ്റം പുതിയ കുട്ടിക്ക് പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെലവ് വരുന്നുണ്ട്. പണച്ചിലവോർത്ത് നൃത്ത മത്സരങ്ങൾക്ക് കലോത്സവ വേദിയിലേക്ക് എത്താൻ മടിക്കുന്നവരുണ്ട്. എങ്കിലും അണിഞ്ഞൊരുങ്ങിയുള്ള വേദിയിലെ അവതരണം കാണാൻ മനോഹരങ്ങളാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്. അപ്പോൾ നമ്മളിവിടെ വന്നത് മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, തൃശ്ശൂർ കലോത്സവത്തെ അങ്ങ് ഏറ്റെടുത്തു വന്ന്. അപ്പോൾ ശ്രീജയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓടി നടന്ന് ചില കാഴ്ചകളൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ കണ്ട കാഴ്ചകൾ, ആ വൈബ് എന്തൊക്കെയാണ്? ഞാൻ കണ്ടതിനേക്കാളേറെ നമ്മുടെ ക്യാമറാമാൻ CS ബൈജു കണ്ടു കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കോർത്തിണക്കി ഒരു ചെറിയ കാഴ്ച വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ എന്തുണ്ട് കലോത്സവത്തിൽ കുറേയേറെയുണ്ട്. ആ റിപ്പോർട്ടാണ്. അതെ. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പൊടിക്കുകയാണ് തൃശ്ശൂരിലെ കലോത്സവം. കളറായ കലോത്സവം കിടിലമായി കവർ ചെയ്ത ക്യാമറാമാൻ CS ബൈജുവിനൊപ്പം ശ്രീജ ആശിഷ്, അമൃത ന്യൂസ്. അപ്പോൾ എന്താണ്, കലോത്സവം അങ്ങനെ കളറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഒരു 2 ദിവസം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1.5 ദിവസം. നാളെ ഉച്ചയോടുകൂടി പരിപാടികളൊക്കെ അങ്ങ് സമാപിക്കും. പിന്നെ സമാപന സമ്മേളനമാണ്. അപ്പോൾ നമുക്കറിയാം മുഖ്യാതിഥി നമ്മുടെ മോഹൻലാലാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ലാലേട്ടനെ നേരിൽ കാണാം എന്നുള്ളൊരു സന്തോഷമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തായി പോകുന്ന റിപ്പോർട്ട് ഏതാണ് അശ്വതി? കലയാണ് ലഹരി എന്ന ആശയം കുട്ടികൾക്ക് നൽകാനായി കേരള പോലീസ് കലോത്സവ നഗരിയിൽ സജീവമായി തന്നെയുണ്ട്. കാരിക്കേച്ചറിലൂടെ കുരുന്നുകൾക്ക് ഈ ആശയം പകർന്നു നൽകുകയാണ് തൃശ്ശൂർ സിറ്റി പോലീസ്. പിന്തുണയുമായി എത്തിയ മന്ത്രിക്കും കിട്ടി ഒരു സമ്മാനം. നമുക്ക് ആ സമ്മാനം എന്താണെന്ന് നോക്കാം. കലോത്സവ നഗരിയിലെ പ്രധാന വേദിക്ക് സമീപം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ, കണ്ണൊക്കെ ഉണ്ടല്ലോ, പക്ഷേ മൊത്തത്തിൽ കണ്ടിട്ട് എവിടെയോ കണ്ടു മറന്നൊരു മുഖം. ഇപ്പം പിടികിട്ടി, ഇത് നമ്മുടെ മന്ത്രി K. രാജനല്ലേ? മന്ത്രിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? പോലീസിലെ മുൻ ഉദ്യോഗസ്ഥൻ അജയകുമാറാണ് ആ കലാകാരൻ. 2 മണിക്കൂർ കൊണ്ടാണ് മന്ത്രിയുടെ ഈ ശില്പം തീർത്തത്. സ്കൾപ്ചർ ഞാൻ പോലീസിലുള്ളപ്പോഴേ ചെയ്യാറുണ്ട്. അത് പോലീസ് പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ അക്കാഡമിയിൽ ഗാന്ധിജിയുടെയും വേറെ കുറേ ശില്പങ്ങൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തും കുറേ ശില്പങ്ങൾ ചെയ്തു. ശില്പം തീർത്ത കലാകാരനെ മന്ത്രി വെറുതെ വിട്ടില്ല. പേടിക്കാനൊന്നുമില്ല. തിരിച്ച് മന്ത്രിയും ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചു. മന്ത്രിയുടെ വകയും സമ്മാനമെത്തി. എ ഗ്രേഡ് തന്നെ, പോലീസിനാണ് ശരിക്കും എ ഗ്രേഡ്. കാരണം ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിലും കഠിനമായിട്ടുള്ള ജോലികളുടെ നടുവിൽ നിൽക്കുന്ന പോലീസും കലയാണ് ലഹരി എന്നൊരാശയം മുന്നോട്ട് വെച്ച് കാരിക്കേച്ചറുകളും പിന്നെ മറ്റു പരിപാടികളുമൊക്കെയായി കുട്ടികളോടൊപ്പം കൂടുകയാണ്. പോലീസ് ജനകീയമാകുന്നത് ഇങ്ങനെയാണ്. കുട്ടികളോടും പൊതുസമൂഹത്തിനോടും ഒപ്പം കൂടി പോലീസിൻ്റെ ഒരു മുഖത്ത് തന്നെ വലിയ മാറ്റം ഉണ്ടാകുകയാണ്. വീണ്ടും എന്തോ ഉണ്ടല്ലോ, ഇതും ഞാൻ എവിടെയോ. ദേ മന്ത്രി പിന്നെ. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് തൃശൂർ സിറ്റി പോലീസ് വ്യത്യസ്ത ക്യാമ്പയിനുമായി കലോത്സവ വേദിയിലെത്തുന്നത്. കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ വൈറൽ ചിത്രകാരി സബൂറ ഗഫൂർ കാരിക്കേച്ചറുകൾ വരച്ചു നൽകും. ഇവിടെ എത്തുന്നവർക്കും ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ചു നൽകാം. കലോത്സവത്തിന്റെ ഭാഗമായിട്ട് തൃശൂർ സിറ്റി പോലീസ് ഒരു ക്യാമ്പയിൻ, ലഹരിക്കെതിരെ ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന തീം തന്നെ കലയാണ് ലഹരി എന്നുള്ളതാണ്. കലയും കാര്യവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് തൃശ്ശൂരിൽ.
ക്യാമറാമാൻ അമർജിത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശൂർ. മൂകാഭിനയത്തിലൂടെ ഒരു പ്രത്യേകമായൊരു തീം കാണികൾക്ക് മുൻപിൽ എത്തിക്കുക, അത് വളരെ മനോഹരമായാണ് നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അതിനൊക്കെ വലിയ ആരാധകരും ഒരുപാട് ആളുകളും അത് കാണാനായിത്തീരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, അതായത് ഒരു വലിയൊരു നേട്ടം കൈവരിച്ച ഒരു വനിതയുടെ റിപ്പോർട്ട്, അത് നമുക്ക് ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. അരുണിമ സിൻഹ, നമുക്കറിയാം, കൃത്രിമ കാലുകൾ കൊണ്ട് എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വനിതയാണ്. ഒരു അപകടം സംഭവിച്ചു അതിനുശേഷം 2 വർഷത്തിന് ഇപ്പുറമാണ് അരുണിമ സിൻഹ ആ ഒരു നേട്ടം കൈവരിക്കുന്നത്. അതിനുശേഷവും ഒരുപാട് നേട്ടങ്ങൾ അവർ കൈവരിക്കുകയുണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായും ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ് അരുണിമ സിൻഹയുടെ ഈ ഒരു നേട്ടം. എല്ലാവർക്കും കുട്ടികൾ അത് ഏറ്റെടുക്കുകയാണ്. കലോത്സവ വേദികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലുള്ള പല പല ആളുകളുടെ കഥകളാണ് നൃത്തങ്ങളായും അല്ലെങ്കിൽ മിമിക്രിയായും പല പല ഇതിൽ വരുന്നത്. ഇത്തവണ അരുണിമ സിൻഹയുടെ കഥ മൂകാഭിനയമായി കുട്ടികൾ അവതരിപ്പിച്ചു. വളരെയധികം ശ്രദ്ധേയമായി. ആ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികളെയും വെല്ലുവിളിച്ചുകൊണ്ട് എത്ര ഉയരങ്ങളിൽ വേണമെങ്കിലും എത്താം. അരുണിമ സിൻഹയെ പോലെ കലോത്സവത്തിന്റെ മൂകാഭിനയ വേദിയിലാണ് തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അരുണിമയുടെ ജീവിതം അവതരിപ്പിച്ചത്. അരുണിമ സിൻഹ എന്നാണ് നമ്മളുടെ ടീമിൻ്റെ പേര്. ആ ലേഡി കാല് പോയിട്ടും സങ്കടങ്ങളെ അതൊന്നും അതിനെ മൈൻഡ് ചെയ്യാതെ പിന്നെയും അതിന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോട്ട് കൂടി അതിനെ ട്രെയിൻ ചെയ്ത് ഗീവ് അപ്പ് ചെയ്യാതെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ടീം എടുത്തത്. കൃത്രിമക്കാലുമായി എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിതയാണ് അരുണിമ സിൻഹ. പിന്നീട് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൽസണും അരുണിമ കീഴടക്കി. അരുണിമ സിൻഹയുടെ കായിക സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് കാലിലൂടെ ട്രെയിൻ കയറി ഇറങ്ങിയത് 2011-ലാണ്. ട്രെയിൻ യാത്രയിൽ ഒരു സംഘം മോഷ്ടാക്കൾ അരുണിമയെ ആക്രമിച്ചു. ഇതിനിടയിൽ പുറത്തേക്ക് തെറിച്ചു വീണ അരുണിമയുടെ കാലിലൂടെ മറ്റൊരു ട്രെയിൻ കയറി. നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം കൃത്രിമക്കാലുമായി പുറത്തെത്തിയ അരുണിമ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഉയരങ്ങൾ കീഴടക്കി. നിശ്ചയദാർഢ്യം കൊണ്ട് വിജയിച്ച അരുണിമ യുവാക്കൾക്കെന്നും പ്രചോദനമാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. ഈ പല പല ആളുകളും വാർത്തകളിലൂടെ വൈറലാകാറുണ്ടല്ലേ? നമ്മുടെ വാർത്തകളിലൂടെ ഒരുപാട് ആളുകൾ വൈറലായിട്ടുണ്ട്. അത്തരത്തിൽ വൈറലായ ഒരു വ്യക്തിയാണ് അനന്തു സുധീഷ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം. അതായത് കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ അമൃത ന്യൂസിലൂടെ വൈറലായ വ്യക്തിയാണ് അനന്തു സുധീഷ്. തുടർച്ചയായി 28 കലോത്സവങ്ങൾ കാണാനെത്താറുള്ള 28 വർഷം കലോത്സവങ്ങൾ കാണാനെത്തിയിട്ടുള്ള അനന്തുവിന് വിജയികളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ കാണാപാഠമായിരുന്നു. പക്ഷേ ഇത്തവണ എത്തിയത് സ്വന്തം മകളാണ്. അപ്പോൾ തീർച്ചയായും ഒരു ആകാംക്ഷയുണ്ടാകും. ആ ആകാംക്ഷയാണ് അനന്തുവിൻ്റെ മുഖത്തുള്ളത്. ആ റിപ്പോർട്ടൊന്ന് കാണാം. 28 വർഷത്തെ കലോത്സവ പരിചയമുള്ള അനന്തുവിന് 64ാമത് സംസ്ഥാന കലോത്സവം നൽകിയത് പുത്തൻ അനുഭവമാണ്. സ്വന്തം മകൾ അഞ്ജലി കൃഷ്ണ മോഹിനിയാട്ടത്തിന് തട്ടിൽ കയറിയപ്പോൾ കഴിഞ്ഞ 28 വർഷമില്ലാതിരുന്ന ആകാംക്ഷയായിരുന്നു അനന്തുവിന്റെ മുഖത്ത്. 28 കലോത്സവങ്ങളിലെ വിജയികളുടെ പേര് വിവരങ്ങൾ ഓർത്തിരിക്കുന്ന അനന്തുവിന്റെ മനസ്സിൽ ഇത്തവണ സ്വന്തം മകളുടെ പേരാണുള്ളത്. വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഒന്നും തുടർച്ചയായിട്ട് കണ്ട് ഒരു കലോത്സവം പോലും കാണാതിരുന്നിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഇത്തവണ മത്സരാർത്ഥിയായിട്ട് മോഹിനിയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തിൽ മത്സരാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഞാനിതുവരെ കണ്ട ഐറ്റങ്ങൾ മറ്റുള്ള കുട്ടികളുടേതായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കണ്ടത് ഞാൻ എൻ്റെ മോളുടെ മോഹിനിയാട്ടം
സംസ്ഥാന കലോത്സവത്തിൽ കണ്ടു എന്നുള്ളതാണ്. വർഷങ്ങളായുള്ള അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത സംതൃപ്തിയിലാണ് മകൾ അഞ്ജലി കൃഷ്ണ. അച്ഛൻ സ്വപ്നം കണ്ട വേദിയാണത്. അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അച്ഛൻ ഡാൻസിനെ പറ്റി പറയുമ്പോഴും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ എന്തോരം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ ഞാൻ ആവണമെന്ന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുമായിരുന്നു. ഇനിയും അച്ഛൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ കഴിയട്ടെ. കഴിഞ്ഞ കലോത്സവത്തിൽ 28 വർഷത്തെ വിജയികളുടെ പേര് വിവരങ്ങൾ കാണാതെ പറഞ്ഞ് വൈറലായ വ്യക്തിയാണ് അനന്തു സുധീഷ്. അമൃത ന്യൂസ്, തൃശൂർ. ശ്രീജ, നമ്മൾ ഈ കലോത്സവ വേദിയിലൊക്കെ ഇവിടെ പരിചയപ്പെടുന്ന കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ അധ്യാപകർ അവർക്ക് നൽകുന്ന വലിയ പിന്തുണ. അത് അവരെ ഈ ഒരു കലോത്സവത്തിന് ഒരുങ്ങാൻ ചിലപ്പോൾ ഈ ഒരു വർഷത്തെ പ്രയത്നമായിരിക്കും. അത്തരത്തിൽ ചിട്ടയായി അവരെ ഒരുക്കി അവരെ ഇവിടെ വരെ എത്തിച്ച് അവർക്ക് ഈ വേദിയിൽ കയറുന്ന ആ സമയത്ത് പോലും അവർക്ക് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന അധ്യാപകരെ കുറിച്ച് നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയുന്നത് കേട്ടു. അപ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുമ്പോൾ അവരുമായിട്ട് അങ്ങ് ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഈ പണ്ടത്തെ കുട്ടികളെ പോലെയൊന്നും അല്ല. അവർക്ക് ഭക്തിയേക്കാളേറെ ഒരു സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ്, അതൊക്കെ പ്രധാനമായിട്ടും വരേണ്ടതായിട്ടുണ്ട്. കലയരങ്ങ് കോപ്പ് അവാർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ, ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of Vaidyaratnam, ഔഷധി, a government of Kerala undertaking. ഒരു അധ്യാപകന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അദ്ദേഹം കലാക്ഷേത്ര അമൽനാഥ് എന്നാണ് പേര്. വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, ആളും ഇച്ചിരി ചെറുപ്പമാണ്, പക്ഷേ ഒരുപാട് ശിഷ്യരുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലൊന്നുമല്ല കാര്യം എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം. ഈ ഭരതനാട്യ വേദിയിൽ തന്നെ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം റെഡിയാക്കിയെടുത്തത്. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കാണാം. കാണുമ്പോൾ കരുതും മത്സരാർത്ഥികളിൽ ആരുടെയെങ്കിലും സഹോദരനായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു 90 കിഡ്സ് നൃത്താധ്യാപകനാണ്. കോഴിക്കോട് സ്വദേശിയാണ് കലാക്ഷേത്ര അമൽനാഥ്. മാഷിന്റെ 5 ശിഷ്യരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭരതനാട്യവേദിയിൽ അരങ്ങേറിയത്. ഇവർക്കെല്ലാം ഒരു കൂട്ടുകാരൻ കൂടിയാണ് അമൽനാഥ്. മാഷ് എന്ന് പറയുമ്പോൾ മാഷ് ഒരു രീതിക്കല്ല അമലായിട്ട് അധികം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷേ ക്ലാസ്സിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിലും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഏട്ടൻ്റെ രീതിക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും, കുറേ കറക്ഷൻസ് തരും. ഇവർ മാത്രമല്ല, ഈ കാണുന്നവരൊക്കെ കലോത്സവത്തിൽ വ്യത്യസ്ത നൃത്ത ഇനങ്ങളിൽ പങ്കെടുക്കാനെത്തിയ മാഷിന്റെ ശിഷ്യരാണ്. ശിഷ്യസമ്പത്ത് കാരണം ഓടി നടന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മാഷ്. ഞാൻ എല്ലാ ആഴ്ചയിലും 2 ദിവസം വെച്ചിട്ട് ഓരോ സ്ഥലത്താണ് ക്ലാസ്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, എല്ലാ ആഴ്ചയിലും ഓട്ടമാണ്. എനിക്ക് സന്തോഷം തരുന്നൊരു ജോലിയാണിത്. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കലോത്സവ വേദികളിൽ മാഷിനൊപ്പം സഹായത്തിന് അമ്മയുമുണ്ട്. കലാക്ഷേത്ര അമൽനാഥ് ഇവർക്ക് ഗുരുനാഥനാണ്, ഒപ്പം കൂട്ടുകാരനും. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പർക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. ഈ കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ, കലയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. പക്ഷെ നമുക്ക് മറ്റു വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ശബരിമല വിശേഷങ്ങൾ എന്താണെന്ന് നോക്കണം. തിരികെ മായയിലേക്ക്. ശബരിമലയിൽ നട അടയ്ക്കാൻ 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് ഏറിയിരിക്കുകയാണ്. 19-ന് നട അടയ്ക്കുന്നത് ഗുരുതിയോടെയാണ്. മകരവിളക്ക് മഹോത്സവ ചടങ്ങുകൾ അതോടെ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ നട അടയ്ക്കാൻ. ഇന്നും എങ്ങനെയാണ് ഭക്തരുടെ തിരക്ക് ഏറെയാണോ?
മായ, ശബരിമലയിൽ ഇനി 2 ദിവസം മാത്രമാണ് നട അടയ്ക്കുന്നതിനുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക് ഇന്ന് വളരെ കൂടുതലായി തന്നെയുണ്ട്. രാവിലെ മുതൽ തന്നെ നട തുറന്നു മുതൽ തന്നെ അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക് ഇന്ന് കൂടുതലായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാന കാര്യം. ഇന്ന് മുതൽ തന്നെ നമുക്ക് മകരവിളക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ 50,000 പേർക്ക് മാത്രമായിരുന്നു വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും 60,000-ത്തിലധികം അയ്യപ്പ ഭക്തർ എല്ലാ ദിവസവും സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇന്ന് ഒരു പക്ഷേ അത് വളരെ കൂടുതലായിരിക്കും. ഇന്ന് നാളെ കൂടി മാത്രമാണ്. ശരിക്കും നാളെയാണ് കൂടുതൽ ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ നാളെ കൂടെ മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് തിരുവാഭരണം ചാർത്തിക്കൊണ്ട് അയ്യപ്പനെ തൊഴുന്നതിനുള്ള ഒരു സാഹചര്യം കഴിക്കുക. വൈകിട്ട് 8 മണി വരെയാണ്. 18-ാം തീയതി വരെ മാത്രമാണ് അത് ശബരിമലയിൽ നെയ്യഭിഷേകത്തിനുള്ള ഒരു സാഹചര്യം കൂടിയുള്ളത്. അങ്ങനെ ശബരിമലയിലെ ചടങ്ങുകളൊക്കെ സമാപനത്തിലേക്ക് എത്തുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ അയ്യപ്പ ഭക്തർ അതുകൊണ്ട് തന്നെ ഇന്ന് സന്നിധാനത്തെത്തി അയ്യപ്പനെ തൊഴുത് മടങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും. രാജപ്രതിനിധി അടക്കം ഇവിടെ സന്നിധാനത്തേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട്. നേരത്തെ പമ്പയിലായിരുന്ന രാജപ്രതിനിധി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സന്നിധാനത്തെത്തിയത്. സന്നിധാനത്ത് ആചാരപരമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. തുടർന്ന് മാളികപ്പുറത്തുള്ള രാജപ്രതിനിധിയുടെ വാസസ്ഥലത്താണ് അദ്ദേഹം താമസിക്കുക. തുടർന്ന് ഈ അടുത്ത ദിവസം അദ്ദേഹം സന്നിധാനത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് മാറും. തുടർന്ന് ഗുരുതിയിൽ പങ്കെടുക്കുന്നതിനായി മാത്രമാണ് അദ്ദേഹം അവിടേക്ക് എത്തുക. അതോടുകൂടി സന്നിധാനത്തെ മകരവിളക്ക് ചടങ്ങുകൾക്ക് സമാപനമാവുകയാണ്. തുടർന്ന് പിറ്റേ ദിവസം അത് 20-ാം തീയതി രാവിലെ 6:30 രാജപ്രതിനിധി രജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ നട അടയ്ക്കാൻ ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഭക്തരുടെ തിരക്ക് ഇന്നുമുണ്ട് എന്നാണ് രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത് നിന്ന്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിലയിരുത്തലുകളുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന കനത്ത വിൽപ്പനയ്ക്കിടയിലും കഴിഞ്ഞയാഴ്ച നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഓഹരികളിലാണ് താരതമ്യേന ഒരു മികച്ച നേട്ടമുണ്ടായത്. ഏതാണ്ട് 1.5% ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഓഹരി ബാങ്ക് നിഫ്റ്റിയിൽ ഉയർച്ചയുണ്ടായത്. 60,000 എന്നുള്ള നിലവാരത്തിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി എത്തുകയും ചെയ്തു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗമാണ് ഇപ്പോൾ വിപണിക്ക് ആശ്വാസമായിട്ടുള്ളത്. മാത്രമല്ല ആഗോള ഘടകങ്ങൾ, പ്രത്യേകിച്ചും ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നത് വികസിത രാജ്യങ്ങളിലേക്കുള്ള നിക്ഷേപ സാധ്യതയും വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും വിപണിയിലെ ഈ ഒരു ആഭ്യന്തര തലത്തിലുണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ആഗോള സ്ഥിതിഗതികൾ അനുസരിച്ചുകൊണ്ടുള്ള നീക്കം തന്നെയായിരിക്കും നമ്മുടെ വിപണി. ദിലീപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. സിംബാബ്വേയിലെ ബുലാവായോ ക്യൂൻസ് സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് മത്സരം ആരംഭിക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ സമീപകാലത്ത് ക്രിക്കറ്റ് ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.